ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. ഒറ്റയ്ക്കാണ് പോകുന്നത്. ഈ യാത്ര ചേട്ടനും കുഞ്ഞും ഒന്നും കൂടെയില്ല. പക്ഷെ ഒത്തിരി സന്തോഷത്തോടെ പോകുന്ന ഒരു യാത്രയാണ്. അതിന് കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലേ. ഇത് ഞങ്ങളുടെ ഒരു പഴയ ബാച്ചാണ് കേട്ടോ. അതായത് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഡയറ്റ് തേരൂരിൽ TTC പഠിച്ച ഒരു ബാച്ചിൽ നിന്ന് ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ പോലെ, ഗെറ്റ് ടുഗദർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറേ പേര്, അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് പ്ലാൻ ചെയ്തതാണ്. അവസാനം നമുക്ക് 4 പേർക്കേ ഇവിടെ വരാൻ പറ്റിയുള്ളൂ. അതായത് ഈ ഇരിക്കുന്ന സന്തോഷിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വിശേഷവും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഓൾറെഡി ഈ വീട്ടിലൊരു ബറ്റാലിയൻ ആളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഓർത്ത് ഇതൊക്കെ ഗസ്റ്റ് ആയിരിക്കുന്നു. പക്ഷേ ഗസ്റ്റ് ഒന്നുമല്ല, എല്ലാവരും ഹോസ്റ്റ് തന്നെയാണ്. അതായത് സന്തോഷിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവർ 3 മക്കളാണ്. സന്തോഷാണ് ഏറ്റവും മൂത്തത്, പിന്നെ ഒരു അനിയത്തി അനിയൻ. ഈ 3 ഫാമിലിയും അച്ഛനും അമ്മയും എല്ലാവരും ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ മക്കളും എല്ലാം കൂടെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. അപ്പം സന്തോഷിൻ്റെ വൈഫ് ശ്രീജ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജൂനിയറായിട്ട് പഠിച്ച ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവളിപ്പോൾ പ്രസവിച്ച് കുഞ്ഞിന് ഏകദേശം ഒരു 3 മാസം. അപ്പോൾ കുഞ്ഞിനെയൊക്കെ കാണാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ പുറകിലൊരു ദുരുദ്ദേശവും കൂടെ ഉണ്ട് കേട്ടോ. ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കാണണ്ടായോ. അതിങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ 8:30 തിരിച്ചാലും ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 11 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോഴത്തേക്ക് വന്നപ്പോൾ തന്നെ നല്ല കോയിൻ്റെ മണം. ഞാനിങ്ങനെ അടുക്കളയിൽ വന്ന് കയറി നോക്കി. ഇവിടെ ഇവർ ചിക്കനൊക്കെ കറി വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മാത്രമല്ല, വേറെയും കറികളൊക്കെ വെക്കുന്നുണ്ട്. ഇത് സന്തോഷിൻ്റെ വൈഫ് ശ്രീജയും ശ്രീജയുടെ അനിയത്തിയാണ്. പിന്നെ ഇവിടെ 2-3 കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. സന്തോഷിൻ്റെ അനിയത്തിയുടെ കുഞ്ഞുങ്ങളാണ്. ആർക്കും വീഡിയോയ്ക്ക് ഫേസ് ചെയ്യാൻ താല്പര്യമില്ല, എല്ലാവരും ഒളിച്ചാണ് നടക്കുന്നത് എന്നെ കാണുമ്പോഴേ. പിന്നെ ഈ ഇരിക്കുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഈവലിനാണ് കേട്ടോ. അവൾ എൻ്റെ കൂടെ TTCയും പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ചാണ് UGയും ചെയ്തത്. പിന്നെ ഞങ്ങൾ കുറേ നേരം പഴയ കഥകളും അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരുത്തർ എന്ത് ചെയ്യുന്നു, പിന്നെ പല കോമഡികളുണ്ടല്ലോ. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളും അങ്ങനെയൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്തേക്ക് ഞാൻ പതുക്കെ പുറത്തോട്ടൊക്കെ വന്ന് നോക്കി, നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമെന്ന് നോക്കിയപ്പോഴുണ്ടടാ നല്ല ഒരു ആനയും ആനയുടെ അടുത്തൊരു ആനക്കുട്ടിയും ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ വെളിയിൽ അടുത്ത് പോയി നിന്ന് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞാനിവിടെ ആദ്യമായിട്ടല്ല കേട്ടോ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാനിവിടെ 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം വരാൻ എനിക്കറിയത്തില്ല, സ്ഥലം എല്ലാം മറന്നുപോയി, എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് നിതുവും സീമ ചേച്ചിയും. സീമ ചേച്ചി എന്ന് വിളിക്കാൻ കാരണം ഞങ്ങളുടെ കൂടെ ഡയറ്റിൽ പഠിക്കുമ്പോഴേ ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ സീമ ചേച്ചി പഠിക്കാൻ വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പോഴേ സീമ ചേച്ചി എന്ന് വിളിച്ച്, അത് പഴയത് കൊണ്ട് ഇപ്പോഴും സീമ ചേച്ചി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം താഴെയൊക്കെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് മുകളിലോട്ടൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ ബെഡ്റൂമിൽ ഇരുന്ന് കുറേ നേരം കഥയടിച്ച് കേട്ടോ. അകത്ത് ചൂടാ, പുറത്ത് ബാൽക്കണിയിൽ ഇരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാ ഒരു സൂത്രം ഞാൻ കണ്ടു കേട്ടോ. വേറെ ഒന്നുമല്ല, അതേണ്ട 2 മാവ്, കൂറ്റൻ 2 മാവ് നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ മാങ്ങായി നിൽപ്പുണ്ട്. എന്നെ പിന്നെ മാങ്ങായും കണ്ടു കഴിഞ്ഞാൽ എന്നെ പിടിച്ചാൽ കിട്ടുമോ. അപ്പം തന്നെ ഞാൻ സന്തോഷിനോട് പറഞ്ഞു, സന്തോഷേ ഒരു രക്ഷയില്ല, എനിക്ക് മാങ്ങ പറിച്ച് തന്നേ പറ്റത്തുള്ളൂ. സന്തോഷം പറഞ്ഞു, അതിനെന്താ, നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ പറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള പരിപാടി അതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പോയാൽ മതിയോ, വന്ന കാര്യം കാണണ്ടായോ. ദാണ്ട ഇരിക്കുന്നു. ഇത്രയും നേരം കുഞ്ഞാവ് ഉറക്കമായിരുന്നു കേട്ടോ. ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർത്ത് ശല്യം ചെയ്യേണ്ടെന്ന് അങ്ങനെ കുഞ്ഞാവെ എണീറ്റിട്ടുണ്ട്. ഞങ്ങളെല്ലാം മാറി മാറി കുഞ്ഞാവയൊക്കെ എടുത്ത് കുറച്ച് നേരം കളിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങ് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടേ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടടാ നിതുവിൻ്റെ കുഞ്ഞിന് ഭയങ്കര മൂശേട്ടാ, ഭയങ്കര കരച്ചില്ല. കുഞ്ഞാവക്ക് പനിയായിരുന്നു, അതിൻ്റെ അസ്വസ്ഥതയൊക്കെ ആയിട്ട്. അങ്ങനെ നിതുവും കുഞ്ഞും ഒരു ഓട്ടോ പിടിച്ച് അവരങ്ങ് പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി മൂഡൗട്ടായി. എന്നാലും പിന്നെയും കുഴപ്പമില്ല, ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ നിന്ന് തന്നെ ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. നല്ല കിടിലൻ ലഞ്ചായിരുന്നേ. അതൊക്കെ കഴിച്ച് പിന്നെ സന്തോഷം സീമ ചേച്ചിക്കാണെങ്കിൽ മാങ്ങ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. സീമ ചേച്ചിക്ക് മാങ്ങ പറിക്കുന്നതിലാഹാരം. അങ്ങനെ ഇങ്ങനെ പറിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു ചാക്കിനടുപ്പിച്ച് പറിച്ചെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ കുറേ കൊണ്ടുവന്നു, സീമ ചേച്ചി കുറേ കൊണ്ടുപോയി. ഇതൊന്നും അല്ലാഞ്ഞിട്ട് അവിടെ നല്ല പഴുത്ത മാങ്ങ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പറിച്ച് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഒരു ദിവസം എങ്ങനെ പോയി എന്ന് കണ്ടില്ല കേട്ടോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ 1 ഡേ കാലിയായിപ്പോയി. ഇനിയിപ്പോൾ വീട്ടിൽ പോയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവസാനം സന്തോഷം ഓട്ടോയെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് വെളിയിൽ ഇങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് കേട്ടോ. ചാക്കിലൊക്കെ മാങ്ങ പെറുക്കി കെട്ടിയിരിക്കുക. ഇനി ഇതൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കുറേ അച്ചാറിട്ട് നിങ്ങൾക്കും ഒക്കെ തരാം കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ അച്ചാറിന് ഓർഡർ ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. മാങ്ങ അച്ചാറിനോടൊപ്പം മീനച്ചാറ്, ബീഫ് അച്ചാറ്, ചമ്മന്തിപ്പൊടി ഇതെല്ലാം ഉണ്ട് കേട്ടോ. ആവശ്യക്കാർ വേഗം ഓർഡർ ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.